ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് ആണ്, അവരുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജി ഒന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാൻ ശ്രമിക്കുക. Okay, Justice, 5 of Pentacles, Hanged Man, Ace of Pentacles. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ ഹാർഡ്ഷിപ്പ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത് സംഭവിക്കാനുണ്ടായിട്ടുള്ള റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില മിസ്റ്റേക്സ് ആയിരിക്കാം. അപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്നുകൂടെ ആലോചിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ജസ്റ്റിസ് നടന്നിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ആക്ഷൻ ചിലപ്പോൾ ജസ്റ്റിഫൈ ചെയ്യാവുന്നതായിരിക്കില്ല. അതിനെക്കുറിച്ച് ഈ ഒരു വ്യക്തി നന്നായിട്ട് ആലോചിക്കുന്ന ഒരു മെൻറ്റാലിറ്റി നമുക്ക് കാണാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു ന്യൂ ഓഫർ ആയിട്ട് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ചില സിറ്റുവേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്ലൈൻഡായിട്ട് അവരുടെ ഭാഗം മാത്രം ചിന്തിച്ച് പോകുന്നൊരു സമയം കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറൻലി ഈ ഒരു വ്യക്തിക്ക് നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആലോചിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സ്റ്റക്നെസ് ഉണ്ടാവാം, കാരണം ഇവർ ആകെ ഒന്ന് തീരുമാനമെടുക്കുന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ എല്ലാം നല്ലപോലെ ആലോചിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നത്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും നോ കോൺടാക്റ്റിൽ പോകുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ജസ്റ്റിസ് ഇല്ലാതിരുന്ന ആ ഒരു അവസ്ഥ, അതിനൊരു മാറ്റം വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് അവർ തന്നെ ചില ചെയ്തു പോയ തെറ്റുകളായിരിക്കാം, കാര്യങ്ങളായിരിക്കാം തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഓവറോളായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിക്കോട്ടെ, അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ എന്നാലും അതിന് റെഡി ആയിട്ടുള്ള ഒരു മനസ്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ റിലേഷൻഷിപ്പിനകത്ത് ചെയ്തു പോയ ചില കാര്യങ്ങൾ ശരിയായിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇനി വേറെ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇവരുടെ ഒരു ലേറ്റ് നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
Okay, Four of Cups, the Fool, the World, Three of Cups, the Hermit, the Sun, Eight of Pentacles, Six of Pentacles, the Magician, നൈറ്റ് ഓഫ് വാൺസ്. ഇനി നമ്മൾ പ്രത്യേകിച്ച് കാർഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം വന്നിട്ടുള്ളത് മിക്കതും അത്രയും ആ ഒരു ഡീപ്പ് ഫീലിങ്സ് എനർജീസാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെയുള്ള ചില എനർജീസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ട ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ, അതായത് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടേതാണ് എന്ന് വിചാരിച്ച് നമ്മളോടൊപ്പം ലൈഫിൽ ചേർത്ത് നിർത്താവുന്ന ചില വ്യക്തികളോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണോ, ആരുടെ ഒപ്പമാണോ, അവിടെ ഒട്ടും സംതൃപ്തമായിട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല. അവിടെ അവർക്ക് ആ ഒരു നമ്മളെന്താ പറയുക, ബോർഡം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവർക്കൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റേർണൽ ജോയ്, ആ ഒരു പ്ലഷറൊന്നും അവർ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടാവാം. അതിനകത്ത് ഇവർ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ആ ഒരു എല്ലാ രീതിയിലുള്ള ഒരു സന്തോഷം ആ ഒരു പേഴ്സണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കുറച്ചധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് നമുക്കിവിടെ കാണാം. ആ ഒരു സോളിറ്റ്യൂഡ് ലെവലിലൊക്കെ പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളോടുള്ള ഓരോ ഫീലിങ്സിനകത്താണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു എനർജി നമുക്ക് വളരെ ശക്തമായിട്ട് കാണാം. നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓവറോൾ എനർജി എടുത്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഒരു ന്യൂ ബിഗിനിങ്ങിനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓൺ ആൻഡ് ഓഫ് അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോയ, ബ്രേക്കപ്പ് ആയി പോയ ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ ആ ഒരു പുതിയതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മൾ പറയില്ലേ, അതിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം പൊറുക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ സംഭവങ്ങളുണ്ടാവും, എന്തും ആയിക്കോട്ടെ അതെല്ലാം മായ്ച്ചു കളഞ്ഞ് നമുക്കൊരു പുതിയതായിട്ട് നമ്മൾ പറയില്ല ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്കത് കാണാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ എനർജിയാണ്. അതായത് ഫ്രം ദ വെരി ബിഗിനിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ന്യൂ സ്റ്റാർട്ടാണ് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇനി കഴിഞ്ഞതിലേക്ക് പോയി കൂടുതൽ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനില്ല, പുതിയതായിട്ടുള്ളൊരു കാര്യം. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വേൾഡ് എനർജിയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സൈക്കിളിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നിട്ടില്ല എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തി നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അതൊന്നും വേണ്ട. ഇനി ആ ഒരു കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ പഠിച്ച ആ ഒരു ലെസൺസും കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് പുതിയതായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ള ഒരു താല്പര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ത്രീ ഓഫ് കപ്സ് എനർജിയാണ്. അതായത് തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സന്തോഷപൂർവ്വം നിങ്ങളോടൊപ്പം നിൽക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാൻ ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇനിയും നല്ല നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷനൊക്കെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാതെയോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റിസ് തരാതെയോ ഒക്കെ അവർക്ക് മാറി നിന്നതിന് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നല്ലതുപോലെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാലും ആ തടസ്സങ്ങളൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ തന്നെ കാണാം. ഇവിടെ നമ്മൾ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ഇരുള്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലും മുഴുവനായിട്ട് പങ്കുകൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് ചുറ്റും സന്തോഷിക്കുന്നവരുണ്ടെങ്കിലും നമുക്കതിനകത്ത് പങ്കെടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന് സന്തോഷം വേണം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ കൂടെ വേണം, അല്ലെങ്കിൽ നമുക്ക് കുറ്റബോധം ഇല്ലാതെ നല്ല രീതിയിൽ പോകാനായിട്ട് കഴിയണം. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുണ്ടെങ്കിലേ സാധിക്കൂ എന്നുള്ള ആ ഒരു
കാഴ്ചപ്പാട് ഈ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു സൺ എനർജിയാണ്. അപ്പോൾ അത്രയും ബ്രൈറ്റ് ആയിട്ടാണ് അവർക്കിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളതെങ്കിലും, അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തി എന്തായിരുന്നു, നിങ്ങളുടെ പ്രവൃത്തി എന്തായിരുന്നു, എല്ലാത്തിനെയും കുറിച്ച് ആ ഒരു പേഴ്സൺ നല്ലതുപോലെ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു ബ്രൈറ്റ് ലൈഫ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ തരത്തിലും വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോയിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം ഇനി അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ അവരുടെ ആ ഒരു ഓവറോൾ എനർജിയിൽ കണ്ടതാണ്. അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെയും ആ ഒരു ബാലൻസിങ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്ന് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കെട്ടുപാട് നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ പരസ്പരം ചിലപ്പോൾ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധനവും വെക്കാതെ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അതിനായിട്ട് അവർ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്താണോ ഈ ഒരു പേഴ്സൺ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യണം. അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു പേഴ്സൺ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി സ്ട്രോങ് ആവാനുള്ള സമയമായ വ്യക്തികളുടെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കഷ്ടകാലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ചില റിലേഷൻഷിപ്പിലൊക്കെ നമ്മളൊരു കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും മനംമാറ്റം വന്ന് വരുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ അവരുടെ പുറകെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് നിങ്ങൾ ചെയ്തത്, ഇന്ന വ്യക്തികൾ നമ്മൾക്ക് ദോഷമാണ്, ഇതൊക്കെ പറയാൻ നടന്നു കഴിഞ്ഞാലൊന്നും ഒരു റിസൾട്ടും ഉണ്ടാവണമെന്നില്ല. അവർ കേട്ട ഭാവം നടിക്കണം എന്ന് പോലും ഇല്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവർ വരുമോ ഇല്ലയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ഭാഗത്തേക്ക് ഒതുങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് അത്രയും ആ ഒരു ഊർജ്ജത്തോടു കൂടി ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നത്. ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് സ്വയം ഒരു ഉൾവിളി ഉണ്ടായി വരുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. എന്ന് പറയുന്നത് പോലെ ആ ഒരു തോട്ട് നമ്മൾ നേരത്തെയും കണ്ടതാണ് ഇവിടെ ആ ഒരു ഹാങ്മാൻ എനർജിയൊക്കെ. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വിഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില പാകപ്പിഴകളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ളൊരു ആഗ്രഹം. മാത്രമല്ല മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വേണം എന്നുള്ള അങ്ങനെയുള്ള ഒരു തിരിച്ചറിവാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു മജീഷ്യൻ എനർജി ആണെന്നുണ്ടെങ്കിലും കാണാം. ഇവിടെയും നമ്മൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ബിഗിനിങ് പറയുന്ന ആ ഒരു എനർജി തന്നെയാണ്. നമുക്കിവിടെ ആ ഒരു ഫൂൾ ആൻഡ് മജീഷ്യൻ കാർഡ് രണ്ടും നമുക്ക് ആ ഒരു മേജർ ആർക്കാനയിൽ നിന്നുള്ള കാർഡ്സ് ഇതിനകത്ത് ജസ്റ്റ് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൻ്റെ ഒരു അത്രയും തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഊർജ്ജം ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡ്രീം ആണെന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് അത് നടപ്പിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു എനർജിയാണ്. അത് പിന്നത്തേക്ക് വെക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമേ ഇവിടെ വന്നിട്ടില്ല. അത്രയും ഊർജ്ജത്തോടു കൂടി ഇത് വേണം, അല്ലെങ്കിൽ ഇതിനായിട്ട് ഇനി പരിശ്രമിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒന്ന് ഒരു സെപ്പറേഷൻ ഫേസിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു കോളോ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള തരത്തിലുള്ള മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്നുള്ളൊരു ലേബലിലാണ് നോക്കുന്നതെങ്കിൽ പോലും അത്രയധികം എല്ലാ തരത്തിലും ഇവിടെ ഉള്ള മിക്ക കാർഡ്സിനകത്ത് നമുക്ക് കാണാം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നത്തേക്ക് വെക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓവറോൾ എനർജിക്കകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ് അവരൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ നിന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ ഒരു 100% നിങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തി അത് മൈൻഡ് ചെയ്യാതെയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്താണോ തരാതെയോ പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിസ്സാരമായിട്ട് കണ്ടിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം.
അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയ്ക്കുള്ള ഫലം കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ നിങ്ങളുടെയും കൂടി ഒരു സമയത്തിന് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നൊരു സ്നേഹം അനുഭവിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കും ഒരു യോഗം വേണം, എങ്കിലേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് എല്ലാ തരത്തിലും ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാം. തീവ്രമായിട്ടുള്ളൊരു എനർജിയും നമുക്കിവിടെ കയറി വന്നിട്ടുണ്ട്. ഇത്രയും പോസിറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, അത്രയും സ്ട്രോങ് എനർജീസ് വന്നതുകൊണ്ട്. കുറച്ച് ക്ലൂസേ എടുക്കുന്നുള്ളൂ. സ്കോർപിയോ സോഡിയക് സൈൻ, നമ്പർ 7, അത്തം നക്ഷത്രം, ലിയോ സോഡിയക് സൈൻ, ലെറ്റർ ബി, മകം നക്ഷത്രം, നമ്പർ 31, നമ്പർ 13, നമ്പർ 9, ലെറ്റർ എ, കാർത്തിക നക്ഷത്രം, ലെറ്റർ ആർ, നമ്പർ 16, പൂരുട്ടാതി നക്ഷത്രം, ലെറ്റർ എൽ, ലെറ്റർ എസ്, ലെറ്റർ എഫ്, നമ്പർ 14, ലെറ്റർ വൈ ആൻഡ് ലെറ്റർ പി. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.